ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്കേ ആപ്പിൾ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഓവൻ ഒന്ന് 280 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. പഞ്ചസാര ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ കേക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കഴിക്കാം കേട്ടോ. കേക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റായ 4 ആപ്പിൾ, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് റേസൺസ്. നമ്മളിതിലേക്ക് ഷുഗറിന് പകരം സുക്രസിറ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വാനില എസൻസും, കേക്കിന് ആവശ്യമായ സ്വീറ്റ് ക്രീം, പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും. ആപ്പിളെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ അതൊന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. എഗ്ഗിൻ്റെ യോക്കും വൈറ്റും ഒന്ന് മാറ്റിയെടുക്കണേ. എഗ് വൈറ്റ് സുക്രസിറ്റ് പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താൽ എളുപ്പത്തിൽ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി മാറ്റി വെച്ചിരിക്കുന്ന എഗ് യോക്കും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. സുക്രസിറ്റ് ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമൽ ഷുഗർ ഇട്ടുണ്ടാക്കുന്ന അത്ര സ്വീറ്റ് ആയിരിക്കത്തില്ല കേട്ടോ. ഇനി നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. വീണ്ടും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് ആണ്. ഇനി നമുക്ക് റൈസൻസ് ചേർത്ത് കൊടുക്കാം. ഓരോ തവണയും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി അതിലേക്ക് സ്വീറ്റ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ കുറേശ്ശെയായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഫ്ലോറാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായി ചെറുതായി കട്ട് ചെയ്ത ആപ്പിളും ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് അതിൻ്റെ എയറെല്ലാം ഒന്ന് കളഞ്ഞ് മുകളിൽ കുറച്ച് കട്ട് ചെയ്ത ആപ്പിളിൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കാഷ്യൂ നട്ട്സോ റൈസിൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓരോ ഓവനും അനുസരിച്ച് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ കേക്ക് റെഡിയായി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആപ്പിൾ കേക്ക് ഉണ്ടാക്കി നോക്കണേ. വീണ്ടും കാണാം. ബൈ.